തച്ചനാട്ടുകര ചെത്തല്ലൂർ തെക്കുമുറി ആമുരിക്കുണ്ട് പാടശേഖരത്തെ കുലച്ച വാഴകൾ കാറ്റിൽ നിലംപൊത്തി. കൂരിക്കാട്ടിൽ രാമചന്ദ്രന്റെ വാഴകളാണ് കാറ്റിൽ നശിച്ചത്. 400 വാഴകളുണ്ടായിരുന്ന തോട്ടത്തിൽ 150-ലധികം വാഴകൾ പൂർണ്ണമായും നശിച്ചു. വരുന്ന ഓണത്തിന് വെട്ടാറായ വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. കഴിഞ്ഞ 25 വർഷമായി കൃഷിയിൽ വ്യാപൃതനായ രാമചന്ദ്രന് ഇത് ആദ്യമായാണ് ഇത്തരം ഒരു നാശനഷ്ടമുണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഒരു വാഴയ്ക്ക് ഏകദേശം 175ഓളം രൂപ ചെലവ് വരുന്നുണ്ട്. വിളവെടുപ്പ് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ അത് സംഭവം ഇങ്ങനെ ആയിപ്പോയി. പ്രകൃതി വല്ലാതെ കർഷകനെ ദുഃഖത്തിലാക്കിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കേരളം മൊത്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ രൂപം നമ്മൾ നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം എത്രയാണെന്നുള്ളത് മനസ്സിലാവുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഇതിൽ ഏകദേശം 400ഓളം വാഴയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതിലിപ്പം നിൽക്കുന്നത് കാണുവാണെങ്കിൽ ഒരു 100 150 ആണ് ഇനി ബാക്കിയുള്ളത്. ബാക്കി 200ൻ്റെ മുകളിൽ വാഴ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നിൽക്കുന്ന വാഴേനെ നമുക്കൊരു വിളവ് നന്നായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ നമ്മൾ വിള ഇൻഷുറൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ക്ലെയിമും കാര്യങ്ങളും എല്ലാം കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധികാരികൾ വന്ന് സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.